ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 13.5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ ആഡംബര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന കുറവലങ്ങാട് മോനുപ്പള്ളി എന്ന സ്ഥലത്താണ്. റോഡ് ഫ്രണ്ടേജ് തീർന്ന് ബസ് റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന ഒരു ഗംഭീര വീടിൻ്റെ ഭാഗങ്ങളാണ്. ഈ വീട് നമ്മൾക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആഡംബരം അത്ര തോന്നില്ല. പക്ഷേ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അതിശയിക്കുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ സെല്ലർ ഈ വീടിന് ചെയ്തിരിക്കുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് നമുക്കൊരു വീട്, ഒരു ആഡംബര വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് ആ പുറത്തുനിന്ന് കാണുന്ന ലുക്കല്ല, അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. കാരണം അത്ര ഗംഭീരമായിട്ട് നമുക്കൊരു കൊടുക്കാനുള്ള വീടാണെന്ന് ഒരു മനുഷ്യരും നമുക്ക് പറയരുത്. കാരണം അത്ര മനോഹരമായിട്ട് അത്ര ക്വാളിറ്റി സാധനം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ആ ക്വാളിറ്റിയിലാണ് ഈ ആഡംബര വീടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്. കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ, നമ്മളാ നിർമ്മാണം, ഇതൊക്കെയാണ് നമ്മൾ കണക്കാക്കിയാണ് നമ്മളൊരു ആഡംബര വീടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. നമ്മളൊരു വീടിൻ്റെ പെയിൻറ്റിങ്ങോ അതുകൊണ്ടുള്ള അങ്ങനെയുള്ള അതിൻ്റെ എലിവേഷനോ മാത്രം കൂട്ടിയല്ല. ഇതൊക്കെ എലിവേഷൻ അത്ര വലിയ ഒരു മുന്തിയ രീതിയിലുള്ള എലിവേഷനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ വീടിൻ്റെ അകത്ത് കയറിയാൽ അതാണ് നമ്മൾ പൈസ മുടക്കുന്നതിനുള്ള ഇത്. ഒരു വീട് എടുക്കാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു ഡൗട്ടില്ല, അന്നേരം നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് പോരും. അത്ര അതിഗംഭീരമായിട്ടുള്ള ഇതുപോലെ വളരെ എനിക്ക് തോന്നുന്നില്ല ഒരു ബിൽഡറെ സംബന്ധിച്ചൊരു കൊടുക്കാനുള്ള ആൾക്കാരിങ്ങനെ പണിയാൻ പറ്റുമെന്ന്. കാരണം ഇവിടെ എല്ലാം പൈലിങ് അടിച്ച് കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ട് പില്ലറ തീർത്തിരിക്കുന്ന വീടാണ്. ഇവിടെ ചതുപ്പ് പ്രദേശമൊന്നും അല്ല, എങ്കിലും അങ്ങനെ പോലും ഉണ്ടായാൽ പോലും നമുക്കൊരു വാരൻറ്റിയോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതത്ര മനോഹരമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് ഈ സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒരു അബ്സോർബ് ഒട്ടും ചെയ്യുകയില്ല. നമുക്ക് ഭിത്തിയിലേക്ക് ഒട്ടും അബ്സോർബ് ചെയ്യാതെ ടോപ്പിൽ എങ്ങനെയാണോ വാർത്തിരിക്കുന്നത് അതേ കോൺക്രീറ്റ് തന്നെയാണ് ഈ നമ്മൾ ആ സൈഡിൽ കാണുന്ന ഒരു 1.5 അടിയിൽ ഈ കാണുന്ന ഭാഗം, അതും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുകളിലത്തെ കോൺക്രീറ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുണ്ട്, പെബിൾസ് ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ കോമ്പൗണ്ട് വാൾ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി അതിൻ്റെ ഇടയ്ക്ക് പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. കിണർ കാണുന്നുണ്ട്, മുകളിലേക്കുള്ള സ്റ്റെയർ കാണുന്നുണ്ട്. കംപ്ലീറ്റ് CCTV അണ്ടറിലാണ് ഈ വീട്. നമുക്ക് റോഡിൽ നിന്നാണെങ്കിലും ബാക്ക് സൈഡിൽ നിന്നാണെങ്കിൽ കംപ്ലീറ്റ് CCTV അണ്ടറിലാണ് ഈ വീട്. അപ്പം നമുക്ക് അകത്ത് കയറിയാൽ തന്നെ അത് മനസ്സിലാക്കും. ഇതാണ് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയറാണ്. മുകളിലേക്ക് നമുക്ക് റൂഫെല്ലാം വൈറ്റ് അടിച്ച് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇവിടെ നമുക്ക് ഇത് ആ CCTVയുടെ സ്റ്റാൻഡാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയത്തക്ക കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്നതാണ്. നമ്മുടെ മോനുപ്പള്ളി ടൗണിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 13.5 സെൻറ്റ് 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 1,60,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ആ വിലയല്ല നമുക്ക് നോക്കേണ്ടത്, ഇതിൻ്റെ ഈ വീടിൻ്റെ അകത്തെ ക്വാളിറ്റി. ഇതെങ്ങനെയാണ് ഒരു വീട് ഇത്ര ക്വാളിറ്റി നിർമ്മിക്കാൻ പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വീട് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ എല്ലാ വീടുകളും പണിയുന്നുണ്ട്, എല്ലാ വീടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പണിയുന്നത്. പക്ഷേ ഈ വീടിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോമേറ്റഡ് ഡോറാണ്, അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ഫാനാണ്, ഓട്ടോമേറ്റഡ് കർട്ടനാണ്, ഓട്ടോമേറ്റഡ് ഗേറ്റാണ്. ഇതെല്ലാം നമുക്ക് റിമോട്ട് സിസ്റ്റത്തെ വർക്ക് ചെയ്യുന്ന ഇതാണ്. ഇതുപോലെ നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ ഇത്രയും പൈസ മുടക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധാരണ കൊടുക്കാനുള്ള ഒരാൾക്കാരെ അങ്ങനെ പണിയരാം. പക്ഷേ ഇതൊരു പ്രത്യേക സൈസ് ബിൽഡറാണ്. ലക്ഷറി വീടുകൾ മാത്രം നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു സെല്ലറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഈ ബഡ്ജറ്റിനുള്ള ഈ വീട് പണിതിരിക്കുന്നത്. കാരണം നമുക്ക് സാധാരണയുള്ള ഒരു ബിൽഡറൊന്നും ഇതുപോലെ പണിത് കൊടുക്കുകയില്ല. കാരണം അതുപോലെ ഇവർ ആ
പറയുന്ന 1,60,00,000 രൂപയ്ക്ക് നമുക്ക് അതിനുള്ള മൂല്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ വീട് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കാണുമ്പം നമുക്കറിയാൻ പറ്റും. കൂടുതൽ ഐറ്റംസും ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. ടൈല് സഹിതം നമുക്ക് ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോർ എല്ലാം തേക്കും തടിയിലാണ്. ഇതിൻ്റെ അകത്ത് തടികൾ മൊത്തം വന്നിരിക്കുന്നത് തേക്കും തടി ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. ഇത് നമ്മളെ ഡോറിൻ്റെ ആണെങ്കിലും ജനാലകളുടെ ഇതാണെങ്കിലും അല്ല, ഇത് ഓട്ടോമാറ്റഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റഡ് ഡോറാണ്. ഇതെല്ലാം നമുക്ക് നമുക്ക് സെൻസറിങ് വെച്ചിട്ടുള്ള ഇതാണ് നമുക്ക് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ടൈലുകളും ആ ഭിത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റുകളും നമുക്ക് അതാണ് ഒരു ക്ലാസ്. അത്ര ഇത് നമുക്ക് സാധാരണ ഒരു ലക്ഷറി വീട്ടിൽ കയറിയാലുള്ള ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. നമുക്കൊരു വീടിൻ്റെ ആ ഫീലല്ല. കാരണം അത്ര ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന എന്നാൽ നമുക്ക് ഒരുപാട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ 100 LED ബൾബോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ക്ലാസ് ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് 5x2 ടൈലൊക്കെ ഉപയോഗിച്ച് ഈ കർട്ടൻ എല്ലാം റിമോട്ടിലാണ്. നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എല്ലാം ഓട്ടോമാറ്റഡ് ആണ്. ഈ കൂടുതൽ എല്ലാ റൂമുകളും AC ആണ്. 4 റൂമുണ്ട്. 4 റൂമിലും AC ആണ്. കിച്ചണിലും AC ഫിറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ വേണമെങ്കിലും നമുക്ക് AC വയ്ക്കാം. ആ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. നമുക്ക് ഈ മൊബൈലിൻ്റെ അകത്ത് ഇതിൻ്റെ യഥാർത്ഥത്തിൻ്റെ ആ റിയാലിറ്റി ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. കാരണം ഇതൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ. കാരണം ആ പെയിൻറ്റിൻ്റെ കോമ്പിനേഷനാണ്. ആ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ക്യാമറയ്ക്ക് പറ്റിയ ഇതല്ല. അതുകൊണ്ട് ഇതിപ്പം നമ്മൾ ഈ ടൈലും ഇത് ആ വോളിനടിച്ചിരിക്കുന്ന ആ പെയിൻറ്റിൻ്റെ കളറും ഒക്കെ അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകൾക്കൊക്കെ അതുപോലെയുള്ള ഗ്രേഡിലുള്ള 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾക്കൊക്കെ മാത്രമേ ഇതുപോലെയുള്ള വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്ര ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് ഇവർ ചെയ്തിരിക്കുന്ന. നല്ല സുന്ദരനൊരു അതിഗംഭീരമായിട്ട് ഇത് വെളിയിൽ നിന്നുള്ള ഇത് ഞാൻ പറഞ്ഞ റിമോട്ടിൽ ഉള്ള ഇത് CCTVയുടെ ഇതാണ്. റോഡ് നമുക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗേറ്റിങ്ങിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മോണിറ്ററെ കാണാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ സുപ്രീമിൻ്റെ പൈപ്പുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഷർ പമ്പ് ഉണ്ട്. എല്ലാ ബാത്റൂമിലും നമുക്ക് പ്രഷർ പമ്പ് അഡീഷണലായിട്ട് കൊടുത്തുണ്ട്. ഇതാണ് നമ്മൾ റിമോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കർട്ടൻ മാറുന്നതാണ്. അവിടുന്ന് ആ കാണുന്ന വിൻഡോകൾ അത് നമുക്ക് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. 3 പാളിയുടെ ഇതുണ്ട്. അത് 4 പാളിയുടെയാണ്. 4 പാളി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ഹോളിലാണ് അത് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ഹോളിൻ്റെ 2 സൈഡിൽ നിന്നും നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം. നല്ല TV വയ്ക്കാനുള്ള ഒരു ഭാഗമുണ്ട്. TV യൂണിറ്റ് വയ്ക്കാനുള്ള നല്ല ഫുഡ് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര. ഇതൊക്കെ ഇതിനകത്ത് റിമോട്ടുകളാണ്. നമുക്ക് ഫാനിൻ്റെ റിമോട്ട്, കർട്ടൻ്റെ അതുപോലെ എല്ലാത്തിൻ്റേതും റിമോട്ടുകളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ ഉണ്ട്. താഴെ സ്റ്റോറേജും ഉണ്ട്. ഇതൊക്കെ എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളാണെന്നാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഇത് 3 ഫേസ് ആണ്. 3 ഫേസ് കണക്ഷൻ. അതും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ്സ് പോലെ ഇരിക്കുന്നതാണ്. അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അലമാര പോലെ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിവുഡൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി. അതിൽ കൂടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു പ്ലൈ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ അല്ല. അത് 30 വർഷത്തെ വാറൻറ്റിയോട് കൂടിയുള്ള ഇതാണ്. ഇതുപോലെ തന്നെ AC എല്ലാ റൂമിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ മനോഹരമായിട്ടുള്ള കർട്ടനും അതിനുള്ള കളർ കോമ്പിനേഷനാണ്. ഇത് ലക്ഷങ്ങൾ ആർക്കിടെക്റ്റുകൾക്ക് കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്ര മനോഹരമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ അങ്ങനെ സങ്കല്പിച്ചാൽ മതി. അത്ര മനോഹരമായിട്ടുള്ള ബാത്റൂമുകളാണെന്ന് പറഞ്ഞാലും എല്ലാം നല്ല ഗ്രോഹിൻ്റെ ഐറ്റംസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പുകളാണെന്ന് പറഞ്ഞാലും ക്ലോസറ്റ് ആണെന്ന് പറഞ്ഞാലും
ഇതെല്ലാം ഗ്രോഹിൻ്റെയാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. അതാണ് ഗ്രോഹിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടാപ്പാണെന്ന് പറഞ്ഞാലും അതെ. കിച്ചണിൽ നമ്മൾ ജാഗ്വാറിൻ്റെ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രോഹിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഇമ്പോർട്ടഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിന് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു മിററിൻ്റെയാണ്. അതിൻ്റെ അകത്ത് സെൻസറിങ് ആണ്. പല സൈസിലുള്ള പല രീതിയിലുള്ള ലൈറ്റുകളാണ് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വരുന്നത്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് എനേബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വളരെ ഭംഗിയോടുകൂടി സീലിംഗ് വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണണം. അതായത് നമുക്ക് ഒരുപാട് ലൈറ്റുകളോ, ചില വീടുകളൊക്കെ നല്ല ലക്ഷറി വീടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്ത് കാണുന്ന രീതിയിലുള്ള ഇതങ്ങനെയുള്ള ഒന്നുമല്ല. നമുക്കൊരു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ആ കളർ, അതായത് ടൈല്, ഭിത്തി, കർട്ടന് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള അത്ര സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് കാണാൻ പറ്റും. ബാത്റൂമാണെന്ന് വളരെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു വീടാണ്. ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു വീടുകൾ ഇങ്ങനെ പണിയുമെന്ന് തന്നെ നമുക്ക് ചിന്തിച്ചു പോകും. ആ രീതിയിലാണ്. അത് നമുക്ക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്, ഇത്ര മനോഹരമായിട്ട്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇവിടുന്ന് നമുക്ക് കുറവലങ്ങാട് ടൗണ്, അതായത് കൂത്താട്ടോളം ടൗണ്, എറണാകുളം പോകുന്ന ബസ്സെല്ലാം നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പള്ളിയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, അമ്പലമുണ്ട്, അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് ഈ വീടിൻ്റെ സറൗണ്ടിൽ നമുക്ക് ലഭ്യമാണ്. ഇതൊരു ടൗണിൽ തന്നെയാണ്. നമുക്ക് ടൗണിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നിസ്സാരം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് വാഹനത്തിൽ പോകേണ്ട ദൂരമില്ല. അത്ര പള്ളിയൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു അതിഗംഭീര വീടെന്ന് തന്നെ പറയാം. കാരണം നമുക്കിതിൻ്റെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊരു ചെറിയ വീടാണല്ലോ എന്നല്ല. ഇതൊരു അകത്ത് കയറിയാൽ നമ്മൾ അന്തിച്ച് നിന്ന് പോകും. അതുപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. അപ്പം 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1,60,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഓരോ റൂമിലും കയറുമ്പോൾ അറിയാം ഇതിൻ്റെ ഭംഗി എത്രമാത്രം ഗംഭീരമായിട്ടാണ് ഇത് വീടെന്ന്. ഇതൊരു സ്റ്റാൻഡേർഡ് വീടാണ്. നമുക്കൊരു പ്രീമിയം വില്ല. നമുക്ക് ഒരു സാധാരണ ഒരു വീട് പണിയുന്ന പോലെയല്ല ഇതിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ഇതിൻ്റെ ഈ മെറ്റീരിയലൊക്കെ നമുക്കൊന്ന് കാണുന്നതാണ്. നമ്മുടെ ഇവിടെ ഈ മാർക്കറ്റിൽ ഈ ഇതുപോലെയുള്ള കളറുകളുള്ള ടൈലുകൾ അതുപോലൊക്കെ കിട്ടും. പക്ഷേ ഇത്രയും ക്വാളിറ്റിയിലുള്ള നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലിന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ രീതിയിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ബാത്റൂമിലെ വാഷ് ബേസിന്, ഇതെല്ലാം ക്ലോസറ്റ്, ഇതെല്ലാം നമുക്ക് ഒന്ന് നല്ല ഗംഭീരമായിട്ടുള്ള. അതുപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഹോട്ട് വാട്ടർ അങ്ങനെയുള്ള എല്ലാ ഇതിലുമുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയത് പറയാനുണ്ട്. നമുക്ക് നേരിട്ട് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സെല്ലർ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. വളരെ വയബിളായിട്ടുള്ള നല്ല ഒരു ലക്ഷറി വീടുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു സെല്ലറിന് വേണമെങ്കിൽ പറയാം. അത്ര ഗംഭീരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് പണിത് കഴിയുമ്പോഴേ തന്നെ ആൾക്കാർ ബുക്കിംഗ് ചെയ്യുവാണ്. അത്ര മനോഹരമായിട്ടാണ്. കാരണം ഒരിക്കൽ ആ വീട് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ തന്നെ അവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ അവർ മറ്റുള്ളവർക്ക് കൂടി അത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പലരും പണിതുകൊണ്ടിരിക്കുമ്പം തന്നെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഇതിപ്പം പണി തീർന്ന് കിടക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഒരു വീട് കൂടിയുണ്ട് ഈ കോമ്പൗണ്ടിൽ. ഇത്രയും തന്നെ ഇത് ഫുൾ ഫർണിഷ്ഡ് ആണ്. മറ്റേ ഒരു സെമി ഫർണിഷ്ഡ് ആണ്. അതിന് റേറ്റിനും വ്യത്യാസമുണ്ട്. ഇത് 13.5 സെൻറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റേ ഒരു വീടുണ്ട്, അതും ഇത്രയും സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടുണ്ട്. ഇത് കിച്ചണാണ്. നമുക്ക് കിച്ചൺ റാക്കൊക്കെ നോക്കിയാൽ സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. അതെല്ലാം മുകളിലൊക്കെ ഇട്ടിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിനിയാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്
നാനോ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഗംഭീരമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ക്യാമറയ്ക്കകത്ത് അത്ര ആ കളറ് നമുക്ക് അത്ര അത് എഫക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള വീടെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ വീട് കാണുന്നതുകൊണ്ട് എടുത്താലും എടുത്തില്ലെങ്കിലും ഈ വീട് കാണുന്നതുകൊണ്ട് അതൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഈ വീട് നമുക്ക് ഇതുപോലെ നിർമ്മിക്കാൻ പറ്റുമല്ലോ, അത് കൊടുക്കാനായിട്ട് വീടുകൾ ഇതുപോലെ പണിയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത്ര ഗംഭീരമായിട്ടുള്ള വീടാണ്. 100% ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഈ വീട് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതുപോലുള്ള വീട് നമുക്ക് അപൂർവമായിട്ട് ഇതൊരു ഹോട്ടലിന് സമാനമായിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായിട്ടുള്ള വീടാണ്. അപ്പം ഇത് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു വേസ്റ്റ് ഡിസ്പെൻസറാണ്. ഇത് കിച്ചണിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അത് നമ്മൾ ആ കാണുന്ന ആ ആപത്തിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ